അതിക്രൂര റാഗിങ്ങിൽ കടുത്ത നടപടികളിലേക്ക് നഴ്സിംഗ് കൗൺസിൽ കടക്കുകയാണ്. പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം വിലക്കും. അതേസമയം പീഡനത്തിന് ഉപയോഗിച്ച കത്തിയും ഡംബലും ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. കോളേജിലേക്ക് AISFും BJPയും നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. ഉമേഷ് ബാലകൃഷ്ണനും ടോബി ജോൺസണുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. ഉമേഷ്, നഴ്സിംഗ് കൗൺസിലിംഗിന്റെ നടപടി തീർച്ചയായും സ്വാഗതാർഹം തന്നെയാണ്. അപ്പോൾ ഇനി ഇവർക്ക് നഴ്സിംഗ് പഠനം ഒരു കോളേജിലും പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അല്ലേ? തീർച്ചയായും സംസ്ഥാനത്തെ നഴ്സിംഗ് കോളേജുകളിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കോളേജിൽ രജിസ്റ്റർ ചെയ്താലും അതിൻ്റെ തുടർ നടപടികൾ എടുക്കേണ്ടത് നഴ്സിംഗ് കൗൺസിലാണ്. നഴ്സിംഗ് കൗൺസിലാണ് വിദ്യാർത്ഥികളുടെ, സാധാരണ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പോലെ നഴ്സിംഗ് കൗൺസിലാണ് ഇവരുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച കാര്യങ്ങൾ നോക്കുന്നത്. അതായത് ജനറൽ നഴ്സിംഗിൽ, BSc നഴ്സിംഗിലാവുമ്പോൾ അത് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുമായിരിക്കും. എന്തായാലും ജനറൽ നഴ്സിംഗിൽ ഈ ഈ നഴ്സിംഗ് കൗൺസിലാണ് ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. എന്തായാലും ഇവർക്ക് ഈ ക്രൂരമായ റാഗിംഗ് നടത്തിയ 5 വിദ്യാർത്ഥികൾക്ക് ഈ നഴ്സിംഗ് പഠിക്കാനുള്ള യോഗ്യതയില്ല എന്നാണ് ഇന്നത്തെ നഴ്സിംഗ് കൗൺസിൽ യോഗം വിലയിരുത്തിയത്. അതായത് കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ KP രാഹുൽ രാജ്, സാമുവൽ ജോൺസൺ, ജീവ റിജിൽ ജിത്ത് കൂടാതെ വിവേക് എന്നീ 5 പേർക്കും ഇനി പഠിക്കാൻ അവകാശം നൽകേണ്ടതില്ല. അത് ഇത് കോളേജിനെ അറിയിക്കും. അതുകൂടാതെ ഏറ്റവും അടുത്ത് അവരുടെ ഒരു പരീക്ഷ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത് അവർക്ക് ചെയ്യേണ്ടത് അവരുടെ ഹോൾ ടിക്കറ്റ് റിലീസിംഗ് ആണ്. ഈ ഹോൾ ടിക്കറ്റ് റിലീസിംഗ് ഈ 5 പേർക്കും നടത്തേണ്ടതില്ല. 5 പേരുടെയും ഹോൾ ടിക്കറ്റ് തന്നെ തടഞ്ഞു വെച്ചുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കാനാണ് നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ നിർദ്ദേശം അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കേണ്ടത് കോളേജാണ്. എന്തായാലും അവരുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ അടക്കമുള്ള പഠനത്തിനുള്ള രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികൾ റദ്ദാക്കിക്കൊണ്ട് നഴ്സിംഗ് കൗൺസിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. രവിത, ശരി. ടോബി ജോൺസൺ കൂടെയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, ഈ വിഷയത്തിൽ ഇനി എന്തായാലും ഈ കുട്ടികളുടെ പഠനം, ഈ പ്രതികളുടെ പഠനം മുടങ്ങിയാണ്, ഇനി തുടർ പഠനം ഉണ്ടാവുകയില്ല. അപ്പോൾ ഇനി അറിയേണ്ടത് ഇനി അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? മറ്റു വിദ്യാർത്ഥികൾ ഇതുപോലെ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഗാന്ധിനഗർ പോലീസ് കടന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത ആഴ്ച തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കം നടത്തും. അതിന് മുന്നോടിയായിട്ടാണ് മറ്റ് തെളിവുകളെല്ലാം ശേഖരിക്കുന്ന ഒരു നടപടി പോലീസ് ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ സംഭവം നടന്ന 13-ാം നമ്പർ മുറിയിലെ തെളിവുകൾ ശേഖരിക്കുക എന്നതായിരുന്നു. അത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതായത് ഈ അതിക്രമം നടത്തുന്നതിന് വേണ്ടി, ഈ ക്രൂരമായിട്ടുള്ള പീഡനം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഡമ്പലുകൾ, ഒപ്പം തന്നെ മറ്റ് വസ്തുക്കൾ, അതായത് കോമ്പസ്, ഈ കൈകാലുകൾ കെട്ടിയിടാൻ ഉപയോഗിച്ച തോർത്ത്, അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം തന്നെ പോലീസ് തെളിവായി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. ആ നടപടിയിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ടോ? അതായത് ഒരു ബാച്ചിൽ, നിലവിലെ ബാച്ചിൽ 6 വിദ്യാർത്ഥികളാണുള്ളത്. ആ 6 വിദ്യാർത്ഥികളും ഓൾറെഡി അവരുടെ മൊഴി നൽകിയിട്ടുണ്ട്. അതായത് പലതരത്തിലുള്ള റാഗിങ്ങിന് അവർക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഈ ഒരു വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് കേസെടുത്ത് അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നത്. അതിൽ കൂടുതലായിട്ട് മറ്റ് വിദ്യാർത്ഥികൾക്ക്, അതായത് ഇപ്പോൾ 2ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കടക്കം ഏതെങ്കിലും തരത്തിൽ മുൻ വർഷങ്ങളിൽ റാഗിങ്ങിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമടക്കം പരിശോധിച്ചാണ് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ പ്രിൻസിപ്പാളിൻ്റെയും വാർഡൻ്റെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കെയർ ടേക്കറുടെയും ഒക്കെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും. ഇവർക്കെതിരെയൊക്കെ നടപടി വന്നു കഴിഞ്ഞു ഓൾറെഡി. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി കൂടുതൽ മൊഴികൾ ശേഖരിച്ച് പഴുതടച്ചുള്ള ഒരു നടപടിയിലേക്ക് പോകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഗാന്ധിനഗർ SHO നടത്തിയ ഒരു നീക്കമാണ് ഈ പ്രതികളെ കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. തന്ത്രപൂർവ്വം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ആ മൊബൈൽ ചിത്രങ്ങൾ അടക്കം ശേഖരിക്കാനും SHOയ്ക്ക് സാധിച്ചു. അങ്ങനെ പഴുതടച്ച പ്രതികളെ ആദ്യം തന്നെ പിടികൂടാൻ സാധിച്ചത് ഈ കേസിൽ ഒരു നിർണായകമായ നീക്കമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനുള്ള നടപടികളിലേക്ക് പോകാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രവിത, ശരി. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നുള്ള ആ തീരുമാനം എന്തായാലും സ്വാഗതാർഹമാണ്. നഴ്സിംഗ് പഠിക്കാൻ പറ്റില്ല, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്യാണ് ചെയ്യേണ്ടതെന്നാണ്. ഇവരൊക്കെ നേഴ്സായുള്ള സ്ഥിതി എന്താണെന്ന് ആലോചിക്കണം. ഒരിടത്തും വിദ്യാർത്ഥികൾ പഠിക്കാത്ത രീതിയിൽ, അതായത് മാതൃകാപരമായ നടപടി, തീർച്ചയായിട്ടും അവർക്ക് ഭാവിയുണ്ട്, നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പക്ഷേ ഇങ്ങനെ ആരും ചെയ്യാൻ അല്ല. പക്ഷെ ഇതിൽ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് നോക്കുമ്പോൾ അതിൽ കണ്ടിരുന്നതാണ്. ഇപ്പോൾ 1990 റാഗിംഗ് നിരോധന നിയമപ്രകാരം
പ്രകാരം ഇതുവരെ ഈ റാഗിംഗ് കേസുകളിൽ ആകെ ഒരു കേസിലെ കൃത്യമായുള്ള നടപടി ഉണ്ടായിരുന്നു. ബാക്കി ഒരുപാട് റാഗിംഗ് കേസുകൾ ഉണ്ടായിട്ട് നമ്മളിതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും കൃത്യമായ നടപടിയോ അല്ലെങ്കിൽ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷയോ മേടിച്ചു കൊടുക്കാൻ ഇതുവരെ ആയിട്ടില്ല. ആകെ ഒരു കേസിലാണ് അങ്ങനെ ഒരു കാര്യമായൊരു നടപടി മാത്രമല്ല കീർത്തന, ഇപ്പൊ മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ എവിടെയെങ്കിലും എത്തുമെന്ന് തോന്നുന്നുണ്ടോ? പ്രിൻസിപ്പൽ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇത് ആരും പറഞ്ഞില്ല. ഇപ്പൊ പറയുന്നു ആ കത്തി, ആ ഡംബൽസ് അതൊക്കെ കണ്ടെടുത്തു. പണ്ടൊക്കെ നമ്മൾ പറയും ഹോസ്റ്റലിലൊക്കെ പെട്ടെന്നൊക്കെ വാർഡൻ വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്യുക. ഇതൊന്നും അവിടെ ഒന്നും ഇല്ലേ, ഇതൊന്നും ഇല്ലേ. ഇപ്പോൾ എന്താണ്, വിദ്യാർത്ഥികൾ തന്നെയല്ലേ ഇവരെല്ലാവരും. അപ്പോൾ അത്യാവശ്യം ശ്രദ്ധയൊക്കെ കൊടുക്കണ്ടേ, കരുതൽ വേണ്ടേ? ആരെങ്കിലും ഒരാൾ ഇതുപോലെ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ അറിയാതെ പോകുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമില്ലായ്മയാണ്. അപ്പോൾ അതിൽ നിന്നൊന്നും ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മാതൃകാപരമായ നടപടി ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതെ, ഇനി ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല.